ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് തമ്പുരു. കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്, പുല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് രോഹൻ, മകൾ ഋത്വി. ഞാൻ 2023 ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. 2020 തൊട്ടേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ പ്രാർത്ഥന തന്നെയാണ്. ഇന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ് എൻ്റെത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിയോഗത്തിൽ വെച്ച ഒരു കാര്യമല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു സാഹചര്യത്തെ പറ്റിയിട്ടാണ്. ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറാണ്. 5 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ആൾ അത്യാവശ്യം ലോയും കാര്യങ്ങളും എല്ലാം നോക്കി തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആൾ നാട്ടിലോട്ട് വരുന്ന 2 ദിവസം മുമ്പിട്ട് ഒരു പോലീസ് കേസിൽ അകപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. ഞാനൊരു ലോയറാണ്. എനിക്കറിയാം, ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക്, ഒരുപാട് ലാഗായിരിക്കും. പ്രത്യേകിച്ച് ദുബായ് പോലത്തെ ഒരു കൺട്രിയിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ലാഗായിരിക്കും. ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, ഓരോ ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, നമ്മൾ ഓരോ സബ്മിഷൻസ്, ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എല്ലാത്തിനും ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതും ഇത് നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ദുബായിൽ നാഷണൽ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരാഴ്ച കൊണ്ട് ദൈവമേ എങ്ങനെ സംഭവിക്കും, എങ്ങനെ എല്ലാം ശരിയാവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അയാളൊരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിങ്ക് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് പോലീസ് ഇങ്ങനെ പിടിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിനെ അവരപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. ആൾ ജസ്റ്റ് ഒന്ന് കമ്പനിക്ക് മാത്രം പോയതാണ്, പക്ഷേ ആളെ മാത്രം പിടിച്ചു. പിറ്റേന്നാണ് ഞാനത് അറിയുന്നത്. ആൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനൊരു കേസിലായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലാണ്. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എൻ്റെ ലോയേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എനിക്ക് ചെയ്യാമായിരുന്നു. നാട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അമ്മമാതനെ മുറുക്കി പിടിച്ചു. എനിക്കറിയില്ല എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഉടനെ ആൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഇന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം സൺഡേ ആണ് ആളെ പിടിക്കണത്. സൺഡേ നമുക്ക് ദുബായിൽ ഒന്നും വർക്കിംഗ് അല്ല. കോർട്ടായാലും പോലീസ് സ്റ്റേഷൻ ആയാലും ഒന്നും മൂവ് ചെയ്യത്തില്ല. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഒന്നും മൂവ് ആവത്തില്ലായിരുന്നു. ആ സമയത്ത് സൺഡേ ആൾ ഫുൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് തിങ്കളാഴ്ചയായി. കേസ് രജിസ്റ്റർ ആവുന്നില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അത് കേസ് രജിസ്റ്റർ ആവാതെ എങ്ങനെയെങ്കിലും ഒന്നാളെ വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. തിങ്കളാഴ്ച അങ്ങനെ പോയി. ചൊവ്വാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു സമയത്ത് ആളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ബെയിൽ അപ്ലൈ ചെയ്തു. ബെയിലിന് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പം ബെയിലിൻ്റെ ഡേറ്റ് നിൽക്കുന്നത് ഈ നാഷണൽ ഹോളിഡേയ്സിന് ശേഷമാണ്. December 3 കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ബെയിൽ പോലും മൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ, എന്താ ചെയ്യേണ്ടത്? കാര്യം നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും മറ്റ് നിയോഗങ്ങളിൽ സാക്ഷ്യം പറയാനും ഒക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൾ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരുന്ന സമയത്താണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ബെയിലിൻ്റെ ഡേറ്റ് കിട്ടി. അപ്പം ഞാനും എൻ്റെ അമ്മയും ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്കൊന്നും അറിയത്തില്ല. കാര്യം വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് രക്ഷിക്കുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും, ആരായിരിക്കും ചെല്ലുന്നത് ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പുരു നിനക്ക് മാതാവ് ബെയിലിൻ്റെ ഡേറ്റ് നീ നോക്കണ്ട, നിനക്ക് ചിലപ്പം ഹിയറിങ്ങിൻ്റെ ഡേറ്റും ജഡ്ജ്മെൻറ്റും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. പക്ഷെ ഞാനത് അമ്മ പറഞ്ഞപ്പോഴും ഞാൻ ഇത് വെറുതെ ആയിരിക്കും. കാര്യം എനിക്കറിയാം, ഒരു ലോയർ എന്ന നിലയിൽ എനിക്കറിയാം ഒരിക്കലും ഹിയറിംഗ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും നമുക്ക് ഡേറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ആയിരിക്കും ഡേറ്റ് കിട്ടുന്നത്. ഇത് എന്നാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹിയറിംഗ് ഡേറ്റ് കിട്ടി. ആളെന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വിളിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളെന്നെ വിളിച്ച് പറഞ്ഞു നമ്മുടെ ഹിയറിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. കാര്യം ചെറിയൊരു ഫൈൻ വന്നു. അപ്പോഴും ജഡ്ജ്മെൻറ്റ് ലേറ്റായി. അപ്പം ജഡ്ജ്മെൻറ്റ് വന്നു എന്ന് അവിടെ കമ്പനി ത്രൂ അറിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജ്മെൻറ്റ് കണ്ടു. പക്ഷേ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് എൻ്റെ കോപ്പി വന്നിട്ടില്ല. അപ്പോൾ കോപ്പി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആളുടെ ഒരു ഓഫീസിലെ ഒരു ആൾ വഴിയിട്ട് പോലീസ് അന്വേഷിപ്പം പറഞ്ഞതാണ്. ജസ്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ കോപ്പിയോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കോപ്പി കിട്ടിയില്ല, നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതിനൊക്കെ മുമ്പിട്ട് ആളെ പിടിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ മനസ്സ് അത്രത്തോളം വിഷമിരുന്ന സമയത്ത് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ യൂട്യൂബിൽ കയറി ഇവിടുത്തെ ഇവിടുത്തെ പ്രെയർ കൂടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി. ഇപ്പം ജോമോൾ ടെസ്റ്റിൻ്റെ ഒരു പ്രെയർ ഇങ്ങനെ കണ്ടപ്പം അതിനകത്തൊരു വചനം എനിക്ക് കിട്ടി. പുറപ്പാട് 33:17, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നന്നായി അറിയാം. അപ്പം ഈ വചനം വെച്ചിട്ടാണ് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഫുൾ എഴുതി ഞാൻ 100 വട്ടം ഇതിനെ എഴുതിയൊക്കെ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ തേഴ്സ്ഡേ ആയപ്പം ഞാൻ ഈ വചനം
വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ എഴുതിയിട്ടു, ഈ സെയിം വചനം ഇട്ടു. ഞാൻ നോക്കി, അപ്പം വെള്ളിയാഴ്ചയായി, ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നാഷണൽ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൾക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലെന്ന് ഒരു ഇതുമില്ല. ഞാൻ നോക്കി, ഞാൻ രാവിലെ വെള്ളിയാഴ്ച രാവിലെ 5:30 ആയപ്പോൾ ഞാൻ പ്രയറിന് കയറി, ഞാനും അമ്മയും പ്രയറിന് കയറിയ സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ ഉണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേന്ന് എനിക്കിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഈ വചനം തന്നെ ജോസഫ് അച്ഛൻ അന്ന് വെള്ളിയാഴ്ച രാവിലെ പറയുകയാണ്. ഈ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച കൊണ്ട് സിസ്റ്റർ പറഞ്ഞ ആ സെയിം വചനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വചനം തന്നെ അച്ഛൻ 5:30 വെള്ളിയാഴ്ച രാവിലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആൾ ഇന്ന് തന്നെ ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ജമാലെല്ലാം ചൊല്ലി, ബൈബിളെല്ലാം വായിച്ച് വചനം എല്ലാം ചൊല്ലി തന്നെ ഇരുന്നു. വെള്ളിയാഴ്ച എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്തുവാണെന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടിയോ, പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമോ, പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാര്യം പേയ്മെൻറ്റ് വരുന്നില്ല, ഇതാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഫുൾ നെഗറ്റീവ് മാത്രമായിരുന്നു. എന്നെ അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയും കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളും, മാതാവ് നോക്കിക്കോളും എന്ന് മാത്രം ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മാതാവിൽ മാത്രം ഫുൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആൾ ഒരു 7:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ഇറങ്ങിയെന്ന് പറഞ്ഞയച്ചു. ദുബായിൽ ഒരു കാരണവശാലും ഒരാഴ്ചക്കുള്ളിൽ ഹിയറിംഗ് ഡേറ്റോ, പ്രത്യേകിച്ച് ഹോളിഡേയ്സുള്ള സമയത്ത് നെറ്റൊക്കെ സിസ്റ്റമൊക്കെ ഭയങ്കര ഡൗൺ ആണ്. ആ സമയത്ത് തന്നെ 1 വീക്കിനകം ഹിയറിംഗ് ഡേറ്റും ജഡ്ജ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ആൾ കൃത്യമായിട്ട് ഇറങ്ങി. ഇപ്പം നാട്ടിൽ വന്നു. ഞങ്ങൾക്കിത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും സംഭവിക്കുന്നു. മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് മെഴുകുതിരിയിലാണെങ്കിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞ് വരുന്ന ഹിസ്റ്ററി കാണിച്ചു, അത് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഇത് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. പിന്നെ ഹസ്ബൻഡാണെങ്കിലും ഈ ഉടമ്പടി എടുത്തിട്ടാണ് ദുബായിലേക്ക് 3 മാസം തൊട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തൽക്കാലം ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നില്ല, ഞാൻ ജനുവരി ആകുമ്പോൾ പുതുക്കിക്കോളാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ, ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. കാര്യം ഞാനങ്ങനെ ഒരാളെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും വേണ്ട, ആൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ആ സമയത്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, ആൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, തമ്പുരു ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. എനിക്കെന്താ ഒരു ഭയങ്കര സന്തോഷമായി. കാര്യം ആൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ആണെങ്കിലും ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനുള്ള അമ്മയുടെ വലിയൊരു ഇടപെടൽ മാത്രമായിരുന്നു ഇത്. അല്ലെങ്കിൽ ആൾ ഈ സമയത്ത് എന്നോട് ഇന്ന് വരുമ്പം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വരുന്ന സമയത്തും ആൾ ഉടമ്പടി പുതുക്കില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി പുതുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണം എന്നുള്ളത് കാര്യം. ഒരു 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ അങ്ങനെ വേണ്ട അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഒരു 1.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുഞ്ഞുങ്ങൾ ഒന്നും ആയില്ല. ആ സമയത്തും ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം ഞാൻ 2020 തൊട്ട് ഞാൻ പൂർണ്ണമായിട്ട് അമ്മയിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്. 2023 കല്യാണം. ആ സമയത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ലേറ്റ് ആകും എന്ന് കണ്ടു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ നിയോഗമാണ് ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അമ്മ എനിക്ക് ഈ പ്രാവശ്യം എന്താണെങ്കിലും എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, സെപ്റ്റംബർ 31 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിനപ്പം ഞാൻ 30 ഡേറ്റോട് പ്രാർത്ഥിച്ചത്. പക്ഷെ ഞാൻ അറിയുന്നത്, ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത്, കഴിഞ്ഞ വർഷം ജപമാലയുടെ റാലി 2024 ജപമാല റാലിയുടെ തൊട്ട് തലേ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ അറിയുന്നു മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ അന്ന് പോസിറ്റീവായിട്ട് കണ്ടു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. മാതാവ് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് അമ്മയുടെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്ന കുഞ്ഞാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നീട് പറയാനുള്ളത്, ഞാൻ ലോയറാണ്. അപ്പം ഞാൻ ദുബായിലാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ദുബായിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിലെ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ദുബായിലേക്ക് പോയത്. അപ്പം ഞാൻ ഇവിടെ കോർട്ടുമായിട്ടൊന്നും അങ്ങനെ വലിയ കണക്ഷനോ അല്ലെങ്കിൽ ഓഫീസായിട്ടൊന്നും വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സബ്മിഷൻ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ സബ്മിഷന് വേണ്ടിയിട്ട് ഈ ഒക്ടോബർ മാസം കോടതി പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അപ്പം
അവിടെ ചെന്നപ്പോൾ ഒരു ക്ലർക്ക് ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, വക്കീൽ ഈ കാര്യം ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഓ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ചെയ്തില്ലെങ്കിൽ ഇനി നമുക്ക് നിങ്ങളെയൊക്കെ എടുത്ത് കളയും. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടിൽ വർക്ക് ചെയ്യാതെ UK യിലും കാനഡയിലും ദുബായിലൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരെ ഈ പ്രാക്ടീസിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ബാർ കൗൺസിലിൻ്റെ ഒരു ഡിസിഷനാണിതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ മെസ്സേജൊക്കെ എൻ്റെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ അമ്മാതാവ് ആ ഒക്ടോബർ മാസം ആ ദിവസം തന്നെ അവിടെ എത്തിച്ചു. ഞാൻ ആ ചേച്ചിയുടെ കാര്യം അറിയാൻ എനിക്ക് സാഹചര്യം ഉണ്ടായി. അപ്പോഴും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതെല്ലാം അമ്മമാതാവ് കറക്റ്റ് സമയത്ത് എന്നെ അത് അറിയിച്ചു. എനിക്കിത് ചെയ്യാൻ പറ്റി. അപ്പം COP എനിക്ക് അമ്മ തന്നെ വാങ്ങിച്ചു. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പം അങ്ങ് ഒന്നും അറിയാതെ ഞാൻ പിന്നെയും ദുബായിലേക്ക് പോവും. എന്നെ ഇവിടുന്ന് പ്രാക്ടീസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. കാര്യം എൻ്റെ ഓഫീസിലെ ആൾക്കാർ വിചാരിച്ചു ഞാൻ തിരിച്ച് പ്രാക്ടീസിന് വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്തായാലും ദുബായിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്തായാലും വേണം. അപ്പം അതും അമ്മ എന്നെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു. ആരും പറഞ്ഞു കേട്ടോ ഒന്നും പോയതല്ല, അമ്മ തന്നെ എന്നെ അവിടെ പുഷ് ചെയ്ത് അവിടെ എത്തിച്ചു. അത് ആ ചേച്ചിയുടെ വായിന്ന് അറിയാൻ പറ്റി, എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടി. അത് അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു. പിന്നെ ഡെലിവറി സമയത്ത്, പ്രഗ്നൻസി സമയത്ത് 5-ാം മാസം സെർവിക്സ് 2.4 ആയിട്ട് 5th മന്തിൽ കണ്ടു. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സമയം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5th മന്തിൽ പോയപ്പം സെർവിക്സ് 2.4 ആണെന്ന് പറഞ്ഞു. 2.5 ആണ് നമുക്ക് മിനിമം വേണ്ടുന്നത്. എന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇടും. 2.4 ഒക്കെ ആകുമ്പോൾ സ്റ്റിച്ച് ഇടും, നമ്മൾ കിടക്കേണ്ടി വരും. ഇനി അങ്ങോട്ടുള്ള ഫുൾ മന്ത്സും കിടക്കേണ്ടി വരും. അപ്പം ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ടാബ്ലറ്റ് തരാം, ഇത് ഉള്ളിൽ വെച്ച് നോക്ക്, ചിലപ്പം നമുക്ക് ഓക്കെ ആകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിത് വെക്കത്തില്ല, ഞാൻ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യത്തില്ല, എനിക്ക് പേടിയാണ് യൂസ് ചെയ്യാൻ. ഞാൻ അമ്മയുടെ ഉപ്പും തേനും തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 3 days കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇതെന്താ, ഞാൻ 2 കാര്യമാണ് പ്രാർത്ഥിച്ചത്. മാതാവേ, എൻ്റെ സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കണേ, അതുപോലെ തന്നെ 3 point something എനിക്ക് വരണേന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, എന്താ പ്രശ്നമൊന്നുമില്ലോ, സെർവിക്സ് ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ 3.8 ഉണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു മിറക്കിളായിരുന്നു. കാര്യം 2.4 3.8 ആയിട്ട് 3 daysനകം മാറ്റി. ഇല്ലെങ്കിൽ എന്നെ ആ ഡോക്ടർ അപ്പം തന്നെ സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ കിടത്തിയിട്ട് പിന്നെ അങ്ങനെ ഫുൾ നമ്മൾ ആ ഒരു പ്രഗ്നൻസിൽ ഫുൾ സ്റ്റിച്ചിട്ട് തന്നെ വീട്ടിൽ കിടക്കേണ്ടി വന്നേനെ. അതിൽ നിന്ന് അമ്മമാതാവ് എന്നെ ഭയങ്കരമായിട്ടും രക്ഷപ്പെടുത്തി. ഞാൻ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല, കാര്യം എങ്ങനെയാണ് 2.4 എങ്ങനെയാണ് ഇത്രയും കൂടിയൊക്കെ ചെയ്യുന്നത് വെച്ചു. പക്ഷെ ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചു, ഞാനും അമ്മയും ഉറച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3.8 ആയിട്ട് കൂട്ടി തന്നു. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു സുഖപ്രസവം തരണേ, കാര്യം എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, എനിക്ക് വേണ്ട, എനിക്ക് പ്രസവം തന്നെ മതിയെന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചു. 40 weeks എൻ്റെ ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും നോർമൽ ഡെലിവറി ആകാൻ വെയിറ്റ് ചെയ്തിരുന്നു. 40 weeks വരെ പോയി. 40 weeksൻ്റെ ലാസ്റ്റ് ഡേയുടെ തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ഒന്ന് എല്ലാവരും ഡെലിവറിയായി പോവുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടും പെയിനും വരുന്നില്ല, ഒന്നും വരുന്നില്ല. സിസ്റ്റേഴ്സ് എല്ലാം ഒരുമാതിരി ചോദിക്കുകയാണ്, കുട്ടിയുടെ മാത്രം ഒന്നും ആവണില്ലോ എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയുടെ മകളായിരുന്നിട്ട് എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ഇട്ടേക്കണത്, എനിക്കൊന്നും പെയിനും വരുന്നില്ല, എൻ്റെ അടുത്തൊന്നും പറയുന്നതുമില്ല, ഒന്നും ചെയ്യണമില്ല. അങ്ങനെ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം റൂമിൽ പൊയ്ക്കോളൂ, എന്നിട്ട് നമുക്ക് പിറ്റേന്ന് നോക്കാം, പിറ്റേന്ന് നമുക്ക് ഒന്നെങ്കിൽ നോർമലാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ തലേന്ന് രാത്രി ആ ദിവസം അങ്ങ് റൂമിൽ പോയി, ഹോസ്പിറ്റലിൽ തന്നെ റൂമിൽ ചെന്ന് രാത്രി ഇത് ലേബർ പെയിൻ ആണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഒരു മയക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മയക്കത്തിൽ എൻ്റെ എത്രയോ നേരം നീണ്ടു നിൽക്കേണ്ട ഡെലിവറി പെയിൻ, ആ ലേബർ പെയിൻ എനിക്ക് അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ജസ്റ്റ് 1.5 hour ഞാൻ എന്താണോ പ്രാർത്ഥിച്ചെന്ന് പറയും, അത് എനിക്ക് ഓടിപ്പോയിട്ട് പ്രസവിക്കണം, എനിക്ക് അങ്ങനെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു 1.5 hour ഒരു ലേബർ മാത്രമേ എനിക്ക് ആ ലേബർ റൂമിൽ ഇരിക്കേണ്ടി വന്നുള്ളൂ. കാര്യം 1.5 മണിക്കൂറിനകം തന്നെ വളരെ സെർവിക്സ് ഓപ്പണേ അല്ലായിരുന്നു എൻ്റെ. അവർ പെട്ടെന്ന് തന്നെ 4 centimeter ആയി 6 centimeter ആയി അങ്ങനെ വേഗം തന്നെ ഡെലിവറി ചെയ്യാൻ 1.5 hour തന്നെ എനിക്ക് ഒത്തിരി പെയിനും തരാതെ തന്നെ അമ്മ മാതാവ് എനിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് തന്ന് അനുഗ്രഹിച്ചു. അതും വലിയൊരു മിറക്കിളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യമാണ്, അത് ആൾ തന്നെ പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യാണ്, എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 2.5 കൊല്ലത്തിന് മുന്നേ ഒരു ജോലി കിട്ടിയിരുന്നു. അത് ചെറിയ സാലറിയിലായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ ഇവിടെ വന്നിട്ടൊരു ഉടമ്പടി എടുത്തിരുന്നു.
അതിനകത്തിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ സാലറിയെ പറ്റിയിട്ടായിരുന്നു. അതിനകത്തിൽ ഞാൻ എന്തെഴുതിയോ അതേ സെയിം വാല്യൂ തന്നെ എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് വന്നപ്പോൾ ഏകദേശം 50% എൻ്റെ സാലറി കൂട്ടി. അതും ഈ ജോലി കിട്ടിയതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയതാണ്. അമ്മമാത കൊടുത്ത ജോലിയാണ് ഞങ്ങൾക്ക്. കാരണം ആൾക്ക് ദുബായ് പോയ സമയത്ത് ആദ്യം ഒന്നും ജോലി ഉണ്ട്, പക്ഷേ സാലറി ഭയങ്കര കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മാതാവ് കൊടുത്ത ഈ ജോലിയിലാണ് ഇത്രയും ഇപ്പം സാലറി കൂടി കിട്ടിയത്. അതും അമ്മമാതിൻ്റെ വലിയൊരു ഇടപെടലാണ്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ പറ്റി. ഇപ്പോൾ ബൈബിളൊക്കെ ഒരുപാട് വായിക്കണം, ഒരുപാട് സമയം കണ്ടെത്തി വായിക്കാൻ തുടങ്ങി. ജപമാലയാണെങ്കിലും ഒരു ജപമാലയെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ മാക്സിമം മിനിമം ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഒക്ടോബർ മാസം എത്രത്തോളം ജപമാല ചൊല്ലിയെന്ന് എനിക്കറിയില്ല, അത്രത്തോളം ജപമാല അർപ്പിക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പത്രം ഇവിടുന്ന് ഞങ്ങൾ 5 കെട്ട് പത്രമോ 6 കെട്ട് പത്രമോ ഒക്കെ വാങ്ങിച്ചിട്ട് പോവും. ഞാൻ ഓരോ പത്രത്തിനകത്തും തൈലം പൂശി വചനങ്ങൾ എഴുതിയാണ് ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയാണ്. അമ്മമാതാവിൻ്റെ മകള എന്നും ജീവിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഒരു വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനേ ഇല്ല. കാരണം ഇവിടെ ആരോ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനുണ്ട്, വലിയ വലിയ കാര്യം വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. കാര്യം എനിക്ക് ഉറപ്പാണ് അമ്മമാതാവ് എങ്ങനെയെങ്കിലും അത് ഇടപെട്ട് എനിക്കിത് ശരിയാക്കി തരും എന്നുള്ളത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിന് തിരുക്കുമാരൻ ഒരു നന്ദി പറയാണ്. പുറപ്പാട് 17:11 മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. തമ്പുരുവിൻ്റെയും രോഹൻ്റെയും ഉജ്ജ്വലമായ ജീവിത സാക്ഷ്യാനുഭവങ്ങളാണ് അമ്മമാതാവിൻ്റെ ഈ തിരുനടയിൽ ഈ മക്കൾ പങ്കുവച്ചത്. തമ്പുരു എത്ര ശക്തമായിട്ടാണ് ഉടമ്പടിയെടുത്ത നാൾ മുതൽ അമ്മയിലുള്ള പൂർണ്ണമായ ശരണവും മകളുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും വന്നിരുന്ന പ്രതിസന്ധികൾക്ക് അമ്മ സുന്ദരമായി നൽകിയ സംരക്ഷണത്തെക്കുറിച്ചും നമ്മോട് പങ്കുവച്ചത്. മകൾ തുടങ്ങി വെച്ചത് ഏറ്റവും അവസാനത്തെ അനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ജീവിത പങ്കാളി വിദേശത്ത് മദ്യപിച്ചതിന് ഒന്ന് പോലീസ് പിടിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് പോരുവാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അത് കേസെടുത്ത് അതിൻ്റെ പ്രൊസീജിയറെല്ലാം പൂർത്തീകരിച്ച് വെർഡിക്റ്റും കഴിഞ്ഞ് അത് സാധാരണഗതിയിൽ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാത്തത് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ മകൾ പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ നിരന്തരമായി അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ വചനത്തെയും മകൾ പ്രത്യേകം സൂചിപ്പിച്ചു. അത് മകൾ സൂചിപ്പിച്ച വചനം പുറപ്പാടിൻ്റെ പുസ്തകം 33:17 മകൾ എടുത്തു പറഞ്ഞു. അത് മകളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര തവണ എഴുതിയെന്നറിയില്ല, എത്ര തവണ അത് അധരത്തിൽ ഉച്ചരിച്ചുവെന്നറിയില്ല. ഈ ജീവിത വിഷയം വന്ന് വല്ലാത്ത പ്രതിസന്ധിയും എന്തായിത്തീരുമെന്നറിയാത്ത അവസ്ഥകളും ഒക്കെ ഉയർന്നു വരുമ്പോഴാണ് വേദപുസ്തകം തുറക്കുമ്പോൾ ഈ വചനം മകൾക്ക് കിട്ടുന്നത്. ഈ വചനം മകൾ വായിച്ച് അത് തന്നെ പലയാവർത്തി എഴുതി നിരന്തരം പറഞ്ഞുകൊണ്ട് ആ ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ വെള്ളിയാഴ്ച ദിവസം ഡെയിലി ബ്രെഡിൽ അച്ഛൻ വന്ന അതേ വചനം തന്നെ ഉച്ചരിക്കുന്നു. അങ്ങനെയാണ് മകൾ പറയുന്നത്, എനിക്ക് വചന പുസ്തകത്തിൽ നിന്നും അമ്മമാതാവിൻ്റെയും ഈശോയുടെയും കൃപയാൽ കിട്ടിയ വചനം എനിക്കത് പ്രത്യാശയും ശരണവുമായി എൻ്റെ അധരത്തിൽ ഉച്ചരിച്ചു കൊണ്ടിരുന്നത് അടുത്ത ദിവസം ജോസഫ് അച്ഛൻ ധ്യാനചിന്തയായി പങ്കുവെച്ചപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ ഇടപെട്ടു ഈ വിഷയത്തിൽ തീരുമാനമാകുമെന്ന്. ആ ദിവസം തന്നെ, അടുത്ത ദിവസങ്ങൾ ഹോളിഡേയ്സ് ആയിരുന്നു, പക്ഷേ ആ ദിവസം തന്നെ എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ച് റിലീസ് ചെയ്തു എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറഞ്ഞു, അതൊരു കഴിവ്, അത് മറ്റാരുടെയും ഇടപെടലോ മറ്റാരുടെയും സ്വാധീനമോ ഒന്നുമല്ലായിരുന്നു. എൻ്റെ ഉടമ്പടി മാതാവിനോട്, കൃപാസന മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥനയോടെ അല്പം പോലും സംശയമില്ലാതെ ഞാൻ കൊടുത്തതിന് എനിക്ക് അമ്മ നൽകിയ വളരെ വേഗത്തിലുള്ള സഹായമായിരുന്നു. ആ വചനം നാം കേട്ടതാണ്. പുറപ്പാട് 33:17 നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ജോസഫ് അച്ഛൻ ഈ അടുത്ത നാളുകളിൽ ആവർത്തിച്ച് നമ്മളെ ധ്യാനിപ്പിക്കുന്ന, നമ്മളെ നിരന്തരം നമ്മളോട് ചോദിക്കുന്നൊരു വിഷയമാണ്, തമ്പുരാന് നമ്മളെ അറിയാമോ? നിന്നെ എനിക്ക് നന്നായി അറിയാം. നമുക്ക് ദൈവത്തെ അറിയാമെന്ന് നാം പറയുമെങ്കിലും
ദൈവത്തിൻ്റെ പല കാര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഇടപെടുമെന്ന് ചെയ്യുന്നെന്ന് നാം പറയുമെങ്കിലും തിരികെ ദൈവത്തിന് നമ്മളെ അറിയാമോ, ദൈവത്തിന് നമ്മളെ അറിയാമെന്ന് ദൈവത്തെ കൊണ്ട് പറഞ്ഞെടുക്കലാണ് അല്ലെങ്കിൽ സ്ഥിരീകരിച്ചെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. മകൾക്ക് ഈ വചനം ലഭിക്കുന്നു, അച്ഛനിത് ധ്യാനചിന്തയായി പറയുന്നു, അത് കൺഫർമേഷനായി ആ മകൻ്റെ പോലീസ് കസ്റ്റഡിയിൽ നിന്നുള്ള റിലീസിങ്ങിന് കാരണമായി തീരുകയും ചെയ്യുന്നു. സമയ ചുരുക്കത്തിൽ അമ്മ നൽകിയ വചന വെളിച്ചത്തിലുള്ള വലിയൊരു അനുഗ്രഹത്തെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന് മകൾ സാക്ഷ്യപ്പെടുത്തിയത് തങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. വിവാഹ ജീവിതം മുന്നോട്ട് പോയിട്ട് കുഞ്ഞുങ്ങളില്ലാതെ അല്പകാലം ക്ലേശം അനുഭവിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി പുതുക്കുമ്പോൾ എഴുതിയ നിയോഗമാണ്, അമ്മ മാതാവേ, ഈ ഉടമ്പടിക്കാലം തീരും മുമ്പ് അമ്മ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന്. കാരണം അത് വിശ്വാസപരമായി മകൾ അക്രൈസ്തവ മകളായതുകൊണ്ട് അവിടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും പല കാര്യങ്ങളും മകളോട് പറയുന്നുണ്ട്. അതിങ്ങനെ ചെറിയ രീതിയിൽ സംസാരങ്ങൾ വരുമ്പോൾ അതിൽ മകള് അത് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇത് അമ്മ മാതാവിൻ്റെ കൃപയാൽ, അമ്മയുടെ സംരക്ഷണയാൽ എനിക്ക് എൻ്റെ ഉദരത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞ് വൈകാതെ സമയച്ചുരുക്കത്തിൽ ലഭിക്കണമെന്ന് മകൾ പ്രാർത്ഥിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, അത് ഞാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ തൊട്ടടുത്ത മാസം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന്. ആ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ലേശങ്ങളെ മകൾ സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് സെർവിക്സ് വികസിക്കാതിരുന്നതിൻ്റെ ക്ലേശം മകൾ സൂചിപ്പിച്ചു. മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തു. പക്ഷെ അത് ഉപയോഗിക്കാതെ അമ്മയിൽ തന്നെ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, ഉടമ്പടി തൈലം അവ ഉപയോഗിച്ച് മകൾ പ്രാർത്ഥിക്കുകയും 3 ദിവസം കൊണ്ട് 1.4 സെൻറ്റിമീറ്റർ കൂടുതൽ വികസിച്ചുകൊണ്ട് ആ ആദ്യത്തെ ഒരു പ്രയാസകാലം കഴിഞ്ഞതിനെക്കുറിച്ച് മകൾ സൂചിപ്പിച്ചു. മറ്റൊന്ന് വീണ്ടും മകൾ പറഞ്ഞു, പ്രസവത്തോടെടുത്തപ്പോൾ സിസേറിയൻ ആവരുത്, പ്രസവമാകണം, ഓപ്പറേഷൻ പേടിയാണ്. ഇത് അമ്മയോട് പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയമായിരുന്നു. കൂടെയുള്ളവരെല്ലാം പ്രസവിച്ചു പോയി, മകൾക്ക് മാത്രം പെയിൻ പോലും ഇല്ല. മകൾ പറയുന്നുണ്ട്, അവസാന ദിവസം ഞാനിത് തുടർച്ചയായി ജപമാല ചൊല്ലി പോകുമ്പോഴും അവസാന ദിവസമാകുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് നാളെ ഡോക്ടർമാർ ഒന്നെങ്കിൽ പ്രസവം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഉറപ്പിക്കുകയാണ്. അമ്മയുടെ മകളായി ഇത്ര നാളും ഞാൻ ഏറ്റവും വിശ്വസ്തതയിൽ ജീവിച്ചിട്ടും അമ്മ എന്തേ എനിക്കൊരു വേദന പോലും തരാത്തത്, ഒരു ലേബർ പെയിൻ പോലും തരാത്തത് എന്തേ? മകൾ പറയുന്നുണ്ട്, ഞാനന്ന് ഉറക്കത്തിലേക്ക് പോയി മയങ്ങി, ഞാൻ നന്നായി മയങ്ങി. വെളുപ്പിനെ എപ്പോഴോ അടുത്ത ദിവസം എപ്പോഴോ എനിക്കൊരു ഉണർച്ച വീഴുമ്പോൾ പെയിനുണ്ട്. അത് 6, 7, 8, 10 മണിക്കൂർ നിൽക്കുന്ന പെയിൻ 1.5 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ഡെലിവറിയോടുകൂടി ആ വിഷയങ്ങൾ മുഴുവനും പൂർത്തീകരിച്ച് ആഗ്രഹിച്ചതുപോലെ കുഞ്ഞിനെ കരങ്ങളിലേന്തിയ സാക്ഷ്യം പങ്കുവെച്ചു. അതും സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. എന്ത് നിയോഗം സമർപ്പിക്കുന്ന നിയോഗത്തെ അതേപടി ഏറ്റെടുത്ത് ദൈവം ശുഭകരമാക്കി നൽകുന്നതിൻ്റെ സാക്ഷ്യമാണ്. മറ്റൊന്ന് രോഹനാണ് സൂചിപ്പിച്ചത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചു, കുറഞ്ഞ സാലറിയാണ്, കുറേ നാളായി ജോലി ചെയ്യുന്നു, എനിക്കിതൊന്ന് സഹായിക്കണം, ഞാൻ ഇത്ര സാലറി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അക്കം പറഞ്ഞ് പ്രാർത്ഥിക്കുക, പ്രത്യേകമായ ദിവസം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് ഉടമ്പടിയിലുള്ളതാണ്. കാരണം ഉടമ്പടി മാതാവ് സമയമാതാവാണ്. സമയത്തിന്മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട്. സമയത്തിൻ്റെ നാഥനായ ഈശോയോട് അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി സമയം ആയില്ല എന്ന് പറഞ്ഞ മകൻ നേരത്തെ പ്രവൃത്തി ചെയ്തതുപോലെ നാം കൊടുക്കുന്ന ഏതൊരു സമയ വിഷയത്തിന്മേലും അമ്മ ഇടപെട്ടുകൊണ്ട് നമുക്കത് അനുവദിച്ചു തരുന്നത് കാണാനാവും. സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് നിയോഗത്തെ എഴുതി വെച്ചോ ആ സാലറി എനിക്ക് അലൗഡായി. അതോടുകൂടി എനിക്ക് 50% ഹൈക്കാണ് സാലറിയിൽ വന്നത്. പ്രിയമുള്ളവരെ, ഈ ലഭിച്ച ഭൗതിക നന്മകളെക്കാൾ ഉപരി ജീവിക്കുന്ന ഉടമ്പടി സാക്ഷ്യത്തെയാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഓരോ ദിവസവും ഉടമ്പടി ജീവിക്കുവാനുള്ള തീഷ്ണതയോടുകൂടി ഈ മകൾ ഈ നാളുകളിൽ ഉടമ്പടിയിൽ നിലനിൽക്കുന്നുവെന്ന് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച, ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച പ്രത്യേകമായ ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.